കഴിച്ചു നോക്കാൻ പോകുന്ന ഫ്രൂട്ട് ഇലാമപ്പഴമാണ്. ഇലാമപ്പഴം. ഇലാമപ്പഴം അല്ലേ, ഇതിൻ്റെ പേരെന്താണ്? പിത്തായ. പിത്തായ യെല്ലോ ആണ് നമ്മളിന്ന് കഴിച്ചു നോക്കാൻ പോകുന്നത്. ഇത് നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു കുഞ്ഞിനായിട്ടൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ ഇതിൻ്റെ പേര് എഴുതി വെച്ചേക്കണത് പിത്തായ. പിത്തായ യെല്ലോ. എവിടത്തെയാണത്? എവിടത്തെയാണെന്നൊന്നുമില്ല, നമുക്കിത് മുറിച്ച് നോക്കാം. ഇതെന്താ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ. അന്ന് പിത്തായ മല്ലമ്മ പിത്തായ മല്ലമ്മ പിത്തായ. മണമൊന്നുമില്ല കേട്ടോ, ഒരു മണമില്ല. പക്ഷെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പോലത്തെ കുരുവൊന്നല്ല കേട്ടോ അത്. സംഭവം നല്ല വെള്ള കളർ എന്ന് പറയാൻ പറ്റില്ല, ഒരു കരിക്കിൻ്റെ ഒക്കെ പോലത്തെ കളറ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുരു പോലെയുമല്ലല്ല, ഇത് വലിയ വലിയ കുരുക്കളാണ്. കഴിച്ചു നോക്കാം നമുക്ക്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പോലെ ഒന്നുമില്ല കേട്ടോ, നല്ല മധുരമുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് അത്യാവശ്യം നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസും കാര്യങ്ങളും എന്താ കണ്ടൊക്കെ അതിനകത്തുണ്ട്. ടേസ്റ്റ് വലിയ കാര്യമായിട്ടില്ലെങ്കിലും, പക്ഷെ ഇതാവുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള പൈസ ഉണ്ട് കേട്ടോ. 13.10 ഞാൻ ഒരെണ്ണം മേടിച്ചപ്പോൾ. നാട്ടിലത്തെ ഒരു 10-300 രൂപ ഉണ്ടാവും. നിങ്ങളൊരു സംഭവം പൊളിയാണ്. വലിയ കുരുവാണെന്നുണ്ടെങ്കിലും അറിയില്ല കടിക്കണതൊക്കെ ഒച്ചയൊക്കെ ഉണ്ടോ. നൈസായിട്ട് നല്ല ക്രിക്കർ പോലെ പോകുന്നുണ്ട്. സൂപ്പർ സാധനം. ഈ സാധനം നിങ്ങൾ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്, ഞാൻ ഗ്യാരണ്ടി. ബൈ.